ഹായ്, അപ്പോൾ നമ്മൾ മാതങ്കമല്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചക്രതീർത്ഥ ആ റൂട്ട് എത്തിയിട്ടാ. ഈ സ്ഥലം നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കോതന്തരാമ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കുന്നത്. സൈക്കിൾ അവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആരും കൊണ്ടുപോയില്ലെന്ന് വിശ്വസിക്കുന്നു. സൈക്കിള് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് എന്തോ വേറെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ അധികം പോവാത്തൊരു ഏരിയ ആയിട്ടത് കേട്ടോ. ഇവിടെ ഞാൻ ഇതും കൂടി ചേർത്തിട്ട് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യവും കൂടി ഞാൻ വരുന്നുണ്ടാവുക. കാരണം ഇത് അത്ര വലിയൊരു സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. എന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് CC ക്യാമറകളോ അല്ലാണ്ട് സെക്യൂരിറ്റി ഗാർഡ്സൊന്നും ഇല്ല എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വിളിക്കാനായിട്ട്. പിന്നെ ഫോണിന് റേഞ്ചും ഇല്ല ഇവിടെ. ഈ കാണുന്ന മലകളാണ് ഋഷ്യമുഖാചലം എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, രാമായണത്തിലെ ബാലികാറാമല എന്ന് പറഞ്ഞ മലയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇതിൽ കൂടെ പോയി കഴിഞ്ഞാലൊരു സ്ഥലം കൂടി ഉണ്ട്, കോട്ടി ലിംഗ എന്ന് പറഞ്ഞിട്ട്. 3 സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഹിഡനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് 3 കവർ ചെയ്ത് കാണിച്ചു തരാം. അവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേര് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2:30 സമയമുണ്ട് കേട്ടോ. ഉച്ച കഴിയാറായിട്ടുണ്ട്. ഇവിടെ ഈ വെയിലുണ്ടെങ്കിൽ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നല്ല സീസൺ സമയമായ കാരണം പ്രത്യേകിച്ച് വലിയ ചൂടൊന്നുമില്ല. ഇവിടെ വന്നാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഈ ഏരിയയിലൊന്നും റേഞ്ച് ഇല്ല കേട്ടോ. ആ ഒരു പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വേറെ പേടിക്കാനും മാത്രമൊന്നും ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു ട്രക്കിങ് പോലത്തെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് കുറേ പേരായിട്ട് വരികയാണെങ്കിൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. കാരണം ഈ കല്ലിൻ്റെ മുകളിലൊക്കെ പിടിച്ച് കയറലൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കയറാവുന്നുള്ളൂ. ഞാൻ പോകുന്ന വഴി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ റൂട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അവിടെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുള്ളതില്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അതിൻ്റെ മുകളിൽ ഞാൻ പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാര്യം ഞങ്ങൾ പ്രാവശ്യം പോകുന്നിട്ട്. കാരണം സമയം അധികം ഇല്ല. മാക്സിമം 1.5 മണിക്കൂർ മാത്രമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യണുള്ളൂ. 4 മണിയാകുമ്പോഴേക്കും ബോട്ടിങ്ങിന് അവിടെ എത്തിയാലും എനിക്ക് തിരിച്ചു പോകാനും പറ്റുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം നടന്നൊരു വിധമായിട്ടുണ്ട്. എത്താറായിട്ടുണ്ട്. ഇനി അധികമൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ഓരോ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാകുന്ന പ്രശ്നം. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന കോട്ടിലിംഗ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആയാലും ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ. ഇതിനു മുമ്പ് പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിൾ മാപ്പ് നമ്മളെ വഴി തെറ്റിക്കും. അപ്പോൾ അത് ഇപ്രാവശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ റൂട്ട് പോണത് ഇവിടെ ഒരു മറ്റേ മഹാവിഷ്ണുവിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, പത്മനാഭസ്വാമി കിടക്കണ പോലത്തെ. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പ്രതിഷ്ഠയില്ലേ, അതിൻ്റെ സെയിം സ്ട്രക്ചർ. അപ്പോൾ അതാണ് ഈ വഴികളുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കണം ആ സൈഡ് ഈ സൈഡൊക്കെ. കാരണം ഇവിടെ ഇപ്പോൾ ചീറ്റപ്പുലിയുടെ ഒക്കെ ശല്യം ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത് കേട്ടോ, ലോക്ക്ഡൗണിന് ശേഷം. വീഴണേനല്ല, കയ്യിൽ നിന്ന് എങ്ങാനും മൊബൈൽ പോയാൽ എടുക്കാൻ പിന്നെ പറ്റിയെന്ന് വരില്ല. കാരണം അവരെ ചെറിയ ചെറിയ ഗ്യാപ്പുകളുള്ളത്, കൈയിട്ടെത്തുന്ന സ്ഥലമൊന്നുമല്ല. എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ പത്മനാഭസ്വാമിയുടെ ഒരു ഇതുപോലെ ഈ റൂട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ വന്ന വഴിയാണ് ഈ കാണുന്നത്. കല്ലുകളൊക്കെ എന്നെക്കാളും വലിയ കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. കുറേ എണ്ണം പൊളിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഒരു റോക്കറ്റിംഗ് മെഷീൻ വെച്ച് ചെയ്തിട്ടുള്ള കേട്ടോ. ഇതൊരു ടെമ്പിളാണ്. ഇതിൻ്റെ മുകളിലുള്ള തൂണുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് സൈഡിലായിട്ട്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലത്തെ ഒരു സ്ട്രക്ചർ ഇതുപോലെയാണ് സാധാരണ കാണാറ്. കണ്ട അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവാണ് കാണുന്നത്. ഇനി പോകുന്നത് കോട്ടിലിംഗ കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് ഉള്ള വഴി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ കോട്ടിലിംഗ എന്ന് പറഞ്ഞാൽ കുറേ ശിവലിംഗങ്ങളുള്ളൊരു സ്ട്രക്ചർ ഉള്ളത്. അത് ഇവിടെ എവിടെയാണെന്ന് ഞാൻ കുറേ നോക്കിയിട്ടും കാണുന്നില്ല. ഗൂഗിൾ മാപ്പിൽ കാണിക്കണത് ഞാൻ അതിൻ്റെ തൊട്ടടുത്താണ്. അത് കാണുന്നത് ഹനുമാൻ ജനിച്ച മല എന്ന് വിശ്വസിക്കപ്പെടുന്ന ആഞ്ജനേയദ്രി ഹില്ലാണ് കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഈ വീഡിയോയിൽ എന്തായാലും കാണിച്ചിട്ട് ഞാൻ പോകുള്ള കോട്ടിലിംഗ. ബോട്ടിങ് വരുന്നുണ്ടല്ലേ കൊട്ടവഞ്ചിയിൽ. ഇതിന് 500 രൂപയായിട്ട് അവർ വാങ്ങണം കേട്ടോ, 15 മിനിറ്റിന്.
15 മിനിറ്റ് അല്ല, 30 മിനിറ്റിന് 500, 15 മിനിറ്റിന് 350 രൂപയും. നഷ്ടമാണ് ഞാൻ പറയുകയാണെങ്കിൽ. എന്തായാലും ഒരാളുണ്ടാവും വഴി കാണിക്കാനായിട്ട്. ഒരാൾ കണ്ടെത്തി കേട്ടോ. ഇവിടെ വേറെ സ്ട്രക്ചറൊക്കെ കാണുന്നുണ്ട്. ആളാ ദൂരെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളോട് ചോദിച്ചു നോക്കണം എവിടെ സംഭവം ഉള്ളതെന്ന്. ഇതിനോട് ചേർന്നിട്ട് തന്നെ വേറൊരു ടെമ്പിളും കൂടി ഉണ്ട് കേട്ടോ നദിയുടെ സൈഡായിട്ട്. ഇവിടെ ഇതിനെക്കുറിച്ച് വേറെ എഴുതിയിട്ടൊന്നുമില്ല, എന്തിൻ്റെ ക്ഷേത്രമൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് തുമ്മ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി എടുക്കുക, അത്ര തന്നെ ഉള്ളൂ. വെള്ളമുള്ള കാര്യം ഞാൻ ഉള്ളിലേക്ക് കാല് വെക്കുന്നില്ല, കാരണം നനഞ്ഞൊരു രസം ഉണ്ടാവില്ല നടക്കാനായിട്ട്. കാലും അല്ലെങ്കിൽ മുറിഞ്ഞുണ്ട്. അപ്പോൾ അത് കാരണം ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നില്ല. മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ലക്ഷ്മി ടെമ്പിളാണെന്ന് തോന്നുന്നു. കാലൊന്ന് അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് പോയാൽ ഞാൻ നേരെ നദിയിലേക്ക് വീഴും. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഫോണാണ് ഉള്ളത്. പിന്നെ ബാഗ് കാര്യങ്ങളൊന്നുമില്ല, ബാഗൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു ടെമ്പിളും കൂടി കാണാം, ചന്ദ്രമൗലേശ്വര ടെമ്പിൾ എന്ന് പറയും. ഞാൻ അവിടെയും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം പോകാൻ പറ്റില്ല, കാരണം ഒറ്റയ്ക്ക് പോകാൻ അങ്ങോട്ട് പറ്റില്ല. പിന്നെ കൊട്ടകഞ്ചിയിൽ പോകണത് അതുവരെ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നിർത്തിയിട്ട് നേരെ റിട്ടേൺ അടിക്കും. ഇതിൻ്റെ മുകളിലേക്കൊന്നും അതിന് നിർത്തി കയറാനും സമ്മതിക്കുന്നില്ല. അതിൻ്റെ മുകളിൽ നന്ദിനെ ഒത്തിച്ച് കാണാൻ പറ്റും. അതിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പണി തീരാത്തൊരു നന്ദിയാണ്. ഇത് രാജഭരണകാലത്തുള്ള സ്ട്രക്ചറാണ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു സൈസ് അറിയണമെങ്കിൽ ആ കൊട്ടവഞ്ചിക്കാർ ഇത് കൂടെ പോകുമ്പോൾ പറയാൻ പറ്റും. അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവരവിടുന്ന് നൈസായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒഴുക്ക് തന്നെ കണ്ടില്ലേ, അവരെ എതിർദിശയിലായിട്ടും തിരിയുന്നുണ്ട്, അല്ലാണ്ട് നേരെയും പോകുന്നുണ്ട്. വെള്ളം നല്ല അടിപൊളി വെള്ളം കേട്ടോ. ചാടി കുളിക്കാൻ തോന്നും, പക്ഷെ ഇവിടെ ചാടാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നീർനായ, ഈ സീല് പോലത്തെ സംഭവങ്ങളില്ലേ, അതും പിന്നെ മുതലൊക്കെ ഉണ്ട് കേട്ടോ. നീർനായനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ കറക്റ്റ് ആ നന്ദിയുടെ അടുത്ത് എത്താറേണ്ടി കൊട്ടവഞ്ചി. ഇപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. സംഭവം ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് മാറി. ഇനി അധികം സമയമില്ലാത്ത കാര്യം ഞാൻ കോട്ടിലിംഗ ഇവിടെ നിന്ന് അന്വേഷിച്ച് തിരച്ചില്ലാണ്. ഇത് കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ. ഞാനിവിടെ 7-6 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും ഈ കോട്ടിലിംഗയ്ക്ക് ഞാൻ നേരെ പോയിട്ടില്ല. കാരണം ഗൂഗിൾ മാപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നല്ലാണ്ട് കറക്റ്റായിട്ടൊരു സ്ഥലം കാണിച്ചിരുന്നില്ല. അവിടെ അറിയണ ആരെങ്കിലും കാണാൻ വേണ്ടിയാണ് ഇത്ര നേരം ഇവിടെ നിൽക്കണത്. നിൽക്കണൊരു പ്രശ്നം പറയണമെങ്കിൽ കൂടെ കുറേ പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ വിളിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം ഇവിടെ ടവർ റേഞ്ചൊന്നും ഇല്ല, നെറ്റ്വർക്ക് പറഞ്ഞ സംഭവം ഇല്ലാത്തതാണ് ഏറ്റവും പ്രശ്നം. ഈ ഒരു സൈഡിൽ മാത്രം ഇല്ലാത്തുള്ളൂ കേട്ടോ, വേറെ സീനൊന്നുമില്ല. ഇവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, എങ്ങനെയുള്ളതെന്ന് അറിയുന്നില്ല. ഒരു ശിവലിംഗം കാണാൻ പറ്റും. ഇതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഈ സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ ഓരോന്ന് കാണാൻ പറ്റും കേട്ടോ, കൊത്തി വെച്ചിട്ടുള്ളതൊക്കെ. സർഫെക്സിൻ്റെ പരസ്യത്തിൽ കാണുന്ന പോലെ വെള്ളം വെള്ളിട്ടുകൊണ്ട് ഒരാൾ പോകണ കണ്ട ആളാണ് എനിക്ക് വഴി കാട്ടിട്ടാന്ന് പറഞ്ഞ് കോട്ടിലിംഗയ്ക്ക് പോകാനുള്ളത്. ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ നേരെ മുകളിലത്തെ പാറമ പിടിച്ച് കയറിയ സംഭവം എത്തി. അപ്പോൾ ആള് കാണിച്ചെന്ന കാരണം ഈ വീഡിയോ ഇതൊക്കെ എടുക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതും പറ്റില്ലായിരുന്നു. കേരള ഇതാണ് കോട്ടിലിംഗ എന്ന് പറഞ്ഞ കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാമായണത്തിൽ ഹനുമാനും ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സ്ഥലമാണ് ഈ ഒരു സ്പോട്ട്. പിന്നെ ഇവിടെ ഇത്രയും ശിവലിംഗം വെക്കണതിൻ്റെ ഒരു കാര്യം, അത്രയും ഒരു സ്പിരിച്വൽ ഒരു ഇതുള്ള സംഭവമുള്ള സ്ഥലമാണിത് കേട്ടോ. എനിക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ആവുന്നുണ്ട്. ഇവിടെ കുറേ ശിവലിംഗങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്, ചെറുതും വലുതായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞ ബാലികാറമല എന്ന് പറയുന്ന ഋഷ്യമൂകാചലം എന്ന് പറഞ്ഞ മല ഉള്ളത്, ഹിൽ. കാറ്റ് നമ്മളെ പറത്തി കൊണ്ടുള്ള ടൈപ്പ് കാറ്റാട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ഇത്രയും കാലം ഇവിടെ വഴിയേറ്റി തന്നെ ഒരാൾ വഴി കാട്ടുള്ള കാരണം സീനായില്ല. എന്തായാലും ആൾക്ക് ഞാൻ കുറേ താങ്ക്സ് പറഞ്ഞു.
Shivalinga with a special of Koti Linga. यहाँ पे ऐसो ഇവിടെ കുറെ ശിവലിംഗങ്ങളുണ്ട് ട്ടോ ഇതുപോലെ ചെറുതും വലുതായിട്ട് തന്നെ. स्पेशल मतलब complete तालुकु left side 23 ward no parking place. Temples important place with old. ഇവിടെ തന്നെ ഹനുമാനും ശ്രീരാമനൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. പിന്നെ ആള് പറഞ്ഞ കാര്യമൊക്കെ ഒന്നുമില്ല, ആള് പറഞ്ഞ തന്നെ റിപ്പീറ്റ് അടിച്ച് പറയും അവിടെ വെച്ച് കണ്ടാലും. അവിടെ നിന്ന് തന്നെ വന്നതാണ് കോട്ടിലിംഗ കേട്ടോ. ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട്, ആള് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളാണ് പോണത് അവിടേക്ക്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ആള് ചെറിയ കിക്കിലാണെങ്കിലും ആളൊരു ഉപകാരി കേട്ടോ. ആൾക്ക് സംഭവം പറഞ്ഞു തന്നു, എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ചെറുതായിട്ട് എങ്ങനെ സ്ലിപ്പായ നേരെ ഫോൺ നിരത്തിക്ക് എടുക്കും. അപ്പോൾ അത് കാരണം ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് കോട്ടിലിംഗന്ന് വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ആ കാണാൻ പാറയമൊക്കെ പിടിച്ച് കയറി ഞങ്ങൾ വന്നത്. തുങ്കഭദ്ര നദിയുടെ സൈഡിലൊരു ശിവ ടെമ്പിളും കൂടി ഉണ്ട്, അങ്ങോട്ടാണ് പോണത് കേട്ടോ. ഇത്തിരി റിസ്ക് പിടിച്ച വഴിയാണ്. ഇതും എനിക്ക് ആള് പറഞ്ഞു കേട്ടോ. ഇവിടെ വേറെ ടെമ്പിളും കൂടി ഉണ്ട്, അതും കൂടി പോയിട്ട് കവർ ചെയ്തോന്ന് പറഞ്ഞു. അല്ല ഞാൻ കുനിഞ്ഞ് വളഞ്ഞിട്ടാണ് ഇപ്പോൾ കടന്ന് കയറുന്നത് കേട്ടോ. ഇപ്പം മെല്ലിട്ടായ കാരണം വലിയ സീനൊന്നും ഇല്ല കടക്കാനായിട്ട്. ഇവിടെ കയറി ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ തന്നെ കാളിദേവനെ കുത്തിവെച്ചിട്ടൊരു ഇത് കാണാൻ പറ്റും കേട്ടോ. റൈറ്റ് സൈഡായിട്ട് തന്നെ ശിവൻ്റെ വേറൊരു ഇതില്ല, കാലഭൈരവ എന്ന് പറഞ്ഞൊരു രൂപം കൂടി ഉണ്ട്, അതും കൂടി കുത്തിവെച്ചിട്ടുണ്ട്. വന്ന വഴി ഞാൻ കണ്ടങ്ങൾ ഞെട്ടും കണ്ട. ഇതാണ് ഞാൻ വന്ന വഴി. ഇങ്ങോട്ട് ഞാൻ വന്ന റൂട്ട് തന്നെ നുഴഞ്ഞിട്ടാണ് ഇത് കയറിയത്. ഇവിടെ മാസ്ക് കണ്ട് കുറേ പേര് നിൽക്കണം കാണാൻ പറ്റും. ഇത് വീരഭദ്രസ്വാമി എന്ന് പറയും കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വേറെ ദക്ഷിണേശ്വര മൂർത്തിയുടെ ഒരു ശില്പം കൂടി കുത്തിവെച്ചിട്ടുണ്ട്. കയ്യിൽ മഴു പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആരുടെയും മാസ്ക് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരാൾ മാത്രമാണ് മാസ്കും സാനിറ്റൈസറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ തൊട്ടപ്പുറത്ത് കാണുന്ന മലയാണ് ഋഷ്യമുഖാശാല. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക കേട്ടോ. ഒരു ശിവ ടെമ്പിളാണ് അതിൻ്റെ ഉള്ളിൽ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നുമില്ല. ഇത് സൂര്യനാരായണ മൂർത്തി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തേണ്ട ഒരു കുഞ്ഞു കുട്ടീനെ, ബോധമില്ലാത്ത ആൾക്കാരാണ്, ഞാൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഫുള്ള് ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. എഴുതിക്കണം എന്തൊട്ടെന്ന് എനിക്ക് വായിക്കാനും അറിയില്ല. ഞാൻ ഒന്ന് ഗസ് ചെയ്തിട്ട് പറയാന്നല്ലാണ്ട് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇത് ആരൊക്കെയാന്നൊക്കെ. എന്തായാലും റോയൽ ഫാമിലി മെമ്പേഴ്സ് ആവാൻ ചാൻസ്. പിന്നെ ഇത് ദക്ഷിണേശ്വരൻ ഞാൻ പറഞ്ഞില്ലേ. അത് മഹിഷാസുരം മർദ്ദിനിട്ട് ആ ശൂലം പിടിച്ചിട്ട് കുത്തണേൻ്റെ. പിന്നെ ഇതും റോയൽ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ചാൻസ്. ഇതാണ് ഇതിൻ്റെ ഗർഭഗൃഹം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ശിവലിംഗം ഉണ്ടായിരുന്നത്, ഇപ്പം ഇല്ല. പിന്നെ ഈ കാണുന്ന കുഴിയുടെ ഉള്ളിലേക്കൊന്നും ഞാൻ പോകണില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വാക്ക് കൊടുത്തിട്ടുള്ള കാരണം റിസ്ക് അധികം എടുക്കണില്ല. ഇപ്പം തന്നെ കുറേ റിസ്ക് എടുത്തിട്ടാണ് വന്നത് ഈ റൂട്ടൊക്കെ. ഇതൊക്കെ ഏതെങ്കിലും റോയൽ മെമ്പേഴ്സ് ആവാൻ ചാൻസ്. ഇതും റോയൽ ഫാമിലി മെമ്പേഴ്സ് കേട്ടോ. അതെൻ്റെ രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ശ്രീകൃഷ്ണദേവരായ, പിന്നെ ആളുടെ മോൻ തിരുമല ദേവരായ, പിന്നെ ആൾക്ക് 2 വൈഫുണ്ട്, ചിന്നാദേവി പിന്നെ തിരുമലാദേവി. പിന്നെ ആൾക്ക് 2 മക്കളുണ്ട്, 3 മക്കളുണ്ട്. അപ്പോൾ അവരും കൂടിയാണ് കുത്തിവെച്ചിട്ടുള്ളത്. ഇതാണ് മഹിഷാസുരമർദ്ദിനി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ഇറങ്ങണമെന്നുണ്ട്. അവരോട് വെച്ചപ്പോൾ അവർ പറഞ്ഞ ഉള്ളിൽ കരടി ഉണ്ടാവുന്ന. പിന്നെ ഞാൻ ഇറങ്ങാനൊന്നുമില്ല. ഒന്നാമത്തെ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ കൂടുതൽ റിസ്ക് എടുത്തിട്ട് കിട്ടേണ്ട ആവശ്യമില്ല വെച്ച് ഞാൻ ചെയ്തില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യനാരായണ മൂർത്തി സംഭവം എന്തായാലും അടിപൊളി ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഹംപിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്കൊന്നും വരാറില്ല. ഒരു ശിവ ടെമ്പിളാണ് എൻ്റെ മെയിൻ പ്രൂഫാണ് ഈ കാണുന്ന നന്ദി ശിവലിംഗം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ.